ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 4 മണി സമയത്തേക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. അത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് അരി വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറ് വെക്കുന്ന മട്ടരി 1 കപ്പ് എടുത്തിട്ട് 2-3 തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക. അത്യാവശ്യം ഒന്ന് ചൂടാവുന്നത് വരെ നല്ല തീയിൽ വെക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വറവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടോട് കൂടി തന്നെ വേറൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ആ ഒരു ചട്ടിയുടെ ചൂടിൽ കുറച്ചുകൂടെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് കാഷ്യൂ ഇട്ടിട്ട് ഇതുപോലെ തന്നെ അങ്ങ് വറുത്തെടുക്കുന്നുണ്ട്. എണ്ണയൊന്നും ഇല്ലാതെ തന്നെ കാഷ്യൂ കൂടുതലുണ്ടെങ്കിൽ എടുക്കാൻ. ഇപ്പോൾ ഇതില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ അതുകൂടെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള അരി ചൂടാറിയതിന് ശേഷം മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ജീരകവും അതുപോലെ തന്നെ 2-3 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് ഇങ്ങനെ ഫൈൻ പൊടിയാവുമെന്ന് വേണ്ട, ചെറിയൊരു തരിതരിപ്പോട് കൂടെ പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവിയതാണ് വേണ്ടത്. ഒരു 3/4 കപ്പ് അളവിൽ തേങ്ങ ചെരുവിയതും കുറച്ച് ശർക്കര പൊടിച്ചത്, ഒരു ഏകദേശം 1/2 കപ്പ് ടു 3/4 കപ്പിൻ്റെ ഉള്ളിലും അതിൽ നോക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂ നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് അതോടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ. കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കായിരിക്കും നല്ലത്. അപ്പോഴാണ് ആ ഒരു നനവൊക്കെ തേങ്ങയുടെ നനവൊക്കെ തട്ടിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സായിട്ട് കിട്ടുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് തരുന്ന ഈ ഒരു പഴം കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല ചെറുപഴം എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 പഴമൊക്കെ മതിയാവും ആ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ളത്. എന്നിട്ടിത് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പം ആ ഒരു പൊടിയും ഈ ഒരു പഴത്തിലേക്ക് ഇങ്ങനെ മിക്സായിട്ട് കവറായിട്ട് നിന്നോളും. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇത് ഇത്ര തന്നെ ഉള്ളൂ പരിപാടി. നല്ല ചൂടുള്ള കട്ടൻ ചായയുടെയൊക്കെ കൂടെ അങ്ങനെ കോരി കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പലഹാരം. കുട്ടികൾക്കൊക്കെ പരിചയമില്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്